ആദ്യം തന്നെ ഓയിൽ ഒഴിക്കണം കേട്ടാ. ഇത് നമ്മളൊരു നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. മീൻ കറി, ഫിഷ് പപ്പാസ്, മീൻ പപ്പാസ് ഉണ്ടാക്കാണ്. ഒന്നുമില്ല, അതായത് കുറച്ച് ഇഞ്ചി എടുത്തു, കുറച്ച് സവാള എടുത്തു. ഇനി ഇതിൻ്റെ ഉള്ള എല്ലാം കൂടി ചേർത്താൻ കിട്ടും. വേപ്പിൻ്റെ ഇലയുണ്ട്, വേഗം ഇട്. ഇത്രേ ഉള്ളൂ കേട്ടാ, ഈസിയാണ്. പടപടാന്നിപ്പോൾ ആവും. ഇതെല്ലാം കൂടി ചേർത്താൻ കിട്ടാന്നിപ്പോൾ. കുറച്ച് നേരം ഇളക്കി കൊടുക്കുന്നു. നല്ലോണം ഇളക്കണം കേട്ടാ. ഇനി ഈ അരിഞ്ഞ് വെച്ചേണ്ട സവോളയും കൂടി ഇടണം. ഇത്രയേ ഉള്ളൂ. കണ്ട, നോക്കി ഇത് ഉണ്ടാക്കി വരുമ്പോൾ കണ്ടോ എന്ത് ടേസ്റ്റാണ്. അടിപൊളിയാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അവരൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയായിട്ട്. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇതിനെ വാട്ടണം. നല്ലോണം വാട്ടിയാലാണ് ടേസ്റ്റിനുള്ള ആ ഒരു ഇതങ്ങോട്ട് വരുള്ളൂ. കുറച്ച് ഉപ്പൊക്കെ ഇട്ട്, ഉപ്പ് എന്തായാലും ഇടണം, ഉപ്പ് ഇടാണ്ട് നിങ്ങൾ എടുക്കരുത്. ഓക്കെ, ആ കാണുന്നവർ കുറച്ച് നമുക്ക് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടാ. ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പുതിയ ആളാണ്. എന്നാലാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ വീണ്ടും വീണ്ടും നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്യണം. നല്ലോണം അതിനങ്ങോട്ട് ശരിയാക്കണം. എന്നിട്ട് ഇതിനങ്ങോട്ട് വാട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കും. കുറച്ച് മഞ്ഞപ്പൊടി ഇടണം, വളരെ കുറച്ചിട്ടാൽ മതി, അധികം ഇടണ്ട. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു. നല്ലോണം ഇളക്കണം കേട്ടാ. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ മല്ലിപ്പൊടി അടിപൊളി സാധനം മല്ലിപ്പൊടി ഇടണം. അപ്പോൾ എന്തൊക്കെ ഇടണമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ. മല്ലിപ്പൊടിയായി, മഞ്ഞപ്പൊടിയായി, ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ഇടും. ഇതേപോലെ മുളക് പൊടിയും കുറച്ച് കിട്ടണം. മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ശരിക്കും കൂടി കുറച്ചും കൂടി നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നാലും അത് റെഡി ആവുള്ളൂ കേട്ടോ. ഗൈസ്, നിങ്ങളോട് പറയണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ മീൻകറി ശരിയാവും. നിങ്ങളത് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാ എരിവ് കൂടുതൽ വേണമെന്നൊരു കൂടുതൽ ഇട്ടോ, കുറച്ച് വേണ്ടവർ കുറച്ചിടാം, കുഴപ്പമില്ല. നമ്മളധികം എരിവ് കൂട്ടാറില്ല, കുറച്ചേ ഇടാറുള്ളൂ. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കണ ഫിഷ് മോളിക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നത്. അതായത് നല്ല കാശ്മീരി ചില്ലി പൗഡർ കിട്ടും. ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തോളൂ. എങ്ങനെ ഉണ്ടായാലും മീൻ കറി ആവില്ല, ആവശ്യം പിടിക്കും. സൂപ്പർ സാധനം ഉണ്ടാവും. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി കൂട്ടിട്ട് കഴിഞ്ഞാട്ടില്ല, വെറൈറ്റി നല്ല ഒരു ഇതൊക്കെ വരും, ടേസ്റ്റൊക്കെ വരും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മൂന്നാം പാൽ കൂടി, അതായത് കുറച്ച് തേങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ അതുപോലെ തന്നെ അത് കട്ട് ചെയ്ത് പിഴിഞ്ഞ് ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാലാക്കിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൂന്നാം പാൽ ഇട്ടു. മൂന്നാം പാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം പാലുണ്ട്, ഒന്നാം പാലുണ്ട്. ഇതൊക്കെ കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി കറിയായിട്ട് മാറും. നമ്മുടെ വീട്ടിലൊക്കെ പരീക്ഷിക്കാവുന്നതുള്ളൂ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പം നമ്മളിത് കണ്ട, ഇതാണ് മീൻ വാങ്ങിച്ചത്. ഇന്നലെ വാങ്ങിയിട്ട് വന്നിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേരുണ്ട്, ഇതാണ് നമ്മുടെ ഫിലോപ്പിയാണിത്. അടിപൊളി സാധനമാണ്. ഇത് ഇവിടെയൊക്കെ കിട്ടണതാണ്. അതായത് നല്ല നോർത്തിലൊക്കെ ആയിട്ടും, അതായത് സൗത്തിലായാലും എവിടെയായാലും ശരി നമുക്കിത് കിട്ടും. ഈ സാധനമാണ്. ഇനിയിപ്പോൾ മൂന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ആ മൂന്നാം പാലിലേക്ക് നമ്മൾ ഈ മീൻ എടുത്തിടാൻ പോവാണ്. കണ്ട, ഇതാണ് ആ മീൻ. അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാണ്ടില്ല എൻ്റെ ചെങ്ങായികളെ എന്തൊരു രസമായി പറയാം. അത് കഴിഞ്ഞ് നമ്മുടെ പാല് വേറെ ഇരിക്കണ, തേങ്ങാപ്പാൽ. പിന്നെ രണ്ടാം പാലും ഒന്നാം പാലും ഇരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാം പാലും ഒഴിക്കും ചെയ്യും, അതുപോലെ തന്നെ മൂന്നാം പാലും ഒന്നാം പാലും ഒഴിക്കും കേട്ടോ കേസ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് കാണിച്ചു തരാം. ഇത് ലാസ്റ്റ് വരെ എന്തായാലും വീഡിയോ കാണിച്ചു തരാം. ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടാ. ചടക്കപ്പടക്കാന്ന് പറഞ്ഞ വേഗം ഇട്. ഇത് വലുതുണ്ട്, ചെറുതുണ്ട്, ഇഷ്ടം പോലെയാ. ഇത് നമ്മുടെ തേങ്ങാപ്പാലുണ്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ശരിയുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത് മൂടി വെക്കണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഒന്നാം പാലും രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ രണ്ടാം പാലും ഒഴിക്കുക, അത് കഴിഞ്ഞിട്ടാണ് ഒന്നാം പാലും ഒഴിക്കുക. ഇപ്പൊ നമ്മുടെ സാധനം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാം പാലും ഒഴിക്കണം കേട്ടാ. രണ്ടാം പാലും ഒഴിച്ചു കഴിഞ്ഞാൽ അതെ ഇതാണ് സാധനം. ഇത് അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടാം പാലായി. ഫുള്ള് ഒഴിക്കുന്നില്ല, അതാണ് ശരി ശരി രണ്ടാം പാലായിട്ടാ.
ഇനി ഈ രണ്ടാം പാൽ ഒഴിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് അത് നമുക്കൊന്ന് തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞ് ഒന്നാം പാൽ ഒഴിക്കും കേട്ടോ. ഇത് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ. അത് തണുപ്പാണ്, അതുകൊണ്ടാണ് ഇവിടെ ഈ കട്ടായിട്ടിരിക്കണേ, വേറെ ഒന്നല്ല. ഇതാണ്ട എന്ത് രസമായിട്ടിരിക്കണം നോക്കി. ഇത് അങ്ങോട്ടിന് ഒഴിച്ച് കഴിഞ്ഞാണ്ടില്ല വെറൈറ്റി ആവേ. തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇനി ഒന്നാം പാൽ ഒഴിക്കാൻ പോവാണ്. നിങ്ങൾ കണ്ട ഇതേ അങ്ങനെ നമ്മുടെ ഫിഷ് മോളി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാണ്ടില്ല അടിപൊളി ആയിരിക്കുള്ളൂ. ഇനി പയ്യെ നമ്മൾ ഇറക്കി കൊടുക്കണം. ഇളക്കത്ത് അധികം മോളിൽ കൂടെ മാത്രം. അതായത് നമ്മളിപ്പോൾ ഓഫാക്കിയിട്ടാ മറ്റേ ഇത് ഓഫാക്കിയാണ്. ഇനി നമ്മൾ കുറച്ച് ചെറുതായിട്ട് ഒരു ഇച്ചിരി ചൊറുക്ക ഉണ്ടെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ ചൊറുക്ക എന്നൊക്കെ പറയും, അതൊന്ന് ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. ഇതോടുകൂടി നമ്മുടെ സാധനം ശരിയായി. നമ്മളിപ്പോൾ നമ്മുടെ ഇത് ഓഫാക്കിയിട്ടാ, സ്റ്റവ് ഓഫാക്കിക്കാണ്. ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ഫിഷ് മോളി കേട്ടാ. ഫിഷ് മോളി റെഡിയായി, സൂപ്പറായിട്ടുണ്ട്. ഇത് അടിപൊളി ഫിഷ് മോളിയാണ്, നല്ല ആവി പറക്കണത്, നല്ല രസമാണ്. ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്ത കാരണം അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചേ എങ്ങനെയുണ്ടെന്ന്. കണ്ട ഫിഷ് മോളി തിന്ന് നോക്കണം ഗൈസ്, എന്ത് രസമാണെന്നറിയാം. അപ്പോൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക്. നിങ്ങൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിച്ചാലാണ് നമുക്ക് അടുത്ത ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്താലാണ് നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഫിഷ് മോളി ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതായി നോക്കി കണ്ട, ഇതാണ് നമ്മുടെ ഫിഷ് മോളി. ഭയങ്കര രസമാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഫിഷ് മോളിയാണ് ഇത്. ഇത് ടേസ്റ്റ് ചെയ്തതൊക്കെ നല്ല രസമായിരിക്കും. ഓക്കെ ബൈ ഗൈസ്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, कमेंट ചെയ്യൂ, സബ്സ്ക്രൈബ് भी करना. ओके बेल आइकन पे अमर्तू. ओके गाइस बाय.